ക്രൈസ്തവ ലോകത്തെ പ്രമുഖ ചിന്തകനും വേദപാരംഗതനുമായ വിശുദ്ധ അഗസ്റ്റിന്റെ ഇതുവരെ ആരും കാണാത്ത 2 പ്രസംഗങ്ങൾ പോളണ്ടിലെ പിൽപ്പിലൈൻ ആശ്രമത്തിൽ കണ്ടെത്തി. ബൈബിളിലെ ഏറ്റവും സങ്കീർണവും തർക്കവിഷയവുമായ ഒരു ഭാഗത്തെക്കുറിച്ചുള്ളതാണ് ഈ പ്രസംഗങ്ങൾ. ജർമ്മനിയിലെ വൂർസ്ബർഗ് സർവകലാശാലയിലെ പ്രൊഫസറായ ക്രിസ്ത്യൻ ടോർണോയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് ഈ അത്ഭുത കണ്ടെത്തലിനു പിന്നിൽ. 2024 ജർമ്മനിയിലെ ഒരു ആശ്രമത്തിൽ നിന്ന് ലഭിച്ച ഫോൺ കോളാണ് ഈ ചരിത്ര കണ്ടെത്തലിലേക്ക് വഴി തുറന്നത്. 12ാം നൂറ്റാണ്ടിലെ ഒരു പുരാതന കയ്യെഴുത്തുപ്രതി പരിശോധിച്ച പണ്ഡിതന്മാർ അതിലുണ്ടായിരുന്ന 6 പ്രസംഗങ്ങളിൽ 2 വിശുദ്ധ അഗസ്റ്റിന്റെ ഇതുവരെ രേഖപ്പെടുത്താത്ത പുതിയ കൃതികളാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. പഴയ നിയമത്തിലെ സാമുവേലിന്റെ 1-ാം പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്ന എൻഡോറിലെ മന്ത്രവാദിനി എന്ന സംഭവമാണ് ഈ 2 പ്രസംഗങ്ങളുടെയും ഇതിവൃത്തം. ഫിലിസ്തീയർക്കെതിരെയുള്ള യുദ്ധത്തിന് തൊട്ടുമുൻപ് ഭയചകിതനായ സാവൂൾ രാജാവ് ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാതായതോടെയാണ് വേഷം മാറി ഒരു മന്ത്രവാദിനിയെ സമീപിക്കുന്നത്. തുടർന്നു മരിച്ചുപോയ സാമുവേൽ പ്രവാചകന്റെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടതാണ് കഥ. ഈ സംഭവം ആദ്യകാല ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞരെ വലിയൊരു ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. സർവശക്തനായ ദൈവം നിലനിൽക്കുമ്പോൾ ഒരു മന്ത്രവാദിനിക്ക് എങ്ങനെ ഒരു പ്രവാചകന്റെ ആത്മാവിനെ കൊണ്ടുവരാൻ സാധിക്കും എന്ന ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. അത് സാമുവേൽ പ്രവാചകന്റെ ആത്മാവല്ല, മറിച്ച് മന്ത്രവാദിനി രാജാവിനെ പറ്റിക്കാൻ കാണിച്ച വെറുമൊരു തോന്നൽ മാത്രമായിരുന്നു. സാവൂൾ രാജാവിന് തന്റെ പരാജയത്തെയും മരണത്തെയും കുറിച്ച് അവസാന മുന്നറിയിപ്പ് നൽകാൻ ദൈവം തന്നെ അനുമതി നൽകിയ സംഭവമായിരുന്നു ഇത്. ഈ 2 വ്യാഖ്യാനങ്ങളെയും വിശുദ്ധ അഗസ്റ്റിൻ തന്റെ പ്രസംഗങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യ പ്രസംഗം ഒരു ഞായറാഴ്ചയും അതിന്റെ തുടർച്ച അടുത്ത ബുധനാഴ്ചയുമാണ് അദ്ദേഹം എഴുതിയത്. വിശ്വാസികൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം നൽകുന്ന അഗസ്റ്റിന്റെ പ്രത്യേക ശൈലിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വിശുദ്ധ അഗസ്റ്റിന്റെ പേരിൽ വ്യാജരേഖകൾ ചമയ്ക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ഗവേഷകർ ഇതിനെ സമീപിക്കുന്നത്. വിയന്നയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ 20ഓളം ലാറ്റിൻ ഭാഷാ പണ്ഡിതന്മാർ ഈ രേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇവ അഗസ്റ്റിൻ തന്നെ എഴുതിയതാണെന്ന് ഐക്യകണ്ഠേന സ്ഥിരീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ തനത് ശൈലിയും ഹാസ്യബോധവും ചർച്ചകളിലെ നിഷ്പക്ഷതയും ഇതിൽ പ്രകടമാണ്. ക്രിസ്തുവർഷം 354 മുതൽ 430 വരെ ജീവിച്ചിരുന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വലിയൊരു കൃതിശേഖരം നിലവിലുണ്ടെങ്കിലും വിശ്വാസവും തിന്മയും തമ്മിലുള്ള അതിർവരമ്പുകളെക്കുറിച്ചുള്ള ഈ പുതിയ കണ്ടെത്തൽ ചരിത്ര ഗവേഷണ രംഗത്ത് വലിയൊരു നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പുരാതന രേഖകളുടെ ആദ്യ ഔദ്യോഗിക പതിപ്പ് 2026 അവസാനത്തോടെ പ്രസിദ്ധീകരിക്കും.